അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് നല്ലൊരു മത്തൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ടല്ലേ. നോമ്പിന് ഞാൻ 1-2 വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. നോമ്പിൻ്റെ ആ സമയത്ത് വീഡിയോ എടുക്കലും എഡിറ്റിംഗും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആ സമയത്ത് ഇഫ്താർ പാർട്ടി അതുപോലെ തന്നെ നോമ്പിൻ്റെ റെസിപ്പികളൊക്കെ ഇടുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ. അവർ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അവരൊക്കെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഇന്നെ കൊണ്ട് എന്തായാലും ആ സമയത്ത് വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ വീട്ടിലോരോ കാര്യങ്ങളായിട്ട് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ഞാൻ ബിസി ആയിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ മത്തൻ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് കടയിൽ നിന്ന് ഒരു മത്തൻ്റെ പകുതി പീസ് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. ഈ മത്തൻ്റെ കുരു ഞാൻ കളയാറില്ല കേട്ടോ, അത് വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഈ കുരു കൂടുതലായിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. എന്നിട്ടൊരു ചട്ടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് മത്തൻ കുരു ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ മത്തൻകുരു കഴുകിയിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. ഒരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ തുടച്ചിട്ട് വറുത്തെടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ മത്തൻ്റെ കുരു ഇങ്ങനെ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, 2 റെസിപ്പിയായില്ലേ, ഒരു വെടിക്ക് 2 ഭക്ഷ്യയില്ലേ. മത്തൻ കുരു വറുക്കലുമായി മത്തൻ്റെ കറി ഉണ്ടാക്കലുമായി അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഈ മത്തന് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. മൂത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ തൊലിയോട് കൂടി തന്നെ നമുക്കിത് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ മത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ മത്തന് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലുള്ളതാട്ടോ നമ്മൾ കറി വെക്കണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടീസൊക്കെ വിരുന്നു പോയിട്ടോ. അപ്പോൾ ഞാനും ഹസും മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. രണ്ടാൾക്ക് അത്ര കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലുള്ളത് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് പിന്നെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഇടാലോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മത്തൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതാ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല മത്തനാണെങ്കിൽ, നല്ല പൊടിയൊക്കെ ഉള്ള മത്തനാണെങ്കിൽ ഒരു 2 വിസിൽ മതിയാവും കേട്ടോ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മത്തന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് 2ാമത്തെ വിസിലും വന്നു. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലുള്ള പ്രഷറൊക്കെ ഒന്ന് പോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മുറി നാളികേരം മുഴുവനായിട്ട് ചിരകിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്താൽ മത്തൻ കറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നാളികേരം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ മത്തൻ കറി എന്തായി നോക്കിയാലോ. ഇപ്പോൾ അതിലുള്ള പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ആ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ആ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പൊടിയുള്ള നല്ല മത്തനാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല പൊടിയുണ്ട് കേട്ടോ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ നാളികേരത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിലുള്ള നാളികേരം അരച്ചത് മുഴുവനായിട്ടും പോന്നോളും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ചൂടുള്ള വെള്ളമാട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മത്തൻ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നാളികേരം അരച്ച് ചേർത്താൽ പിന്നെ അധികം തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ നാളികേരം ഒഴിച്ചെടുത്താൽ പിന്നെ നമ്മൾ കറി ഒരുപാട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ഒരുപാട് തിളപ്പിച്ചെടുത്താൽ പിന്നെ ആ കറിയുടെ ടേസ്റ്റ് തന്നെ അല്ലാതാവും കേട്ടോ. ഇനി നമ്മൾ മത്തൻ കറി ഒന്ന് താളിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മഴയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ മഴ പെയ്തിട്ട് നമ്മളെ കറിവേപ്പൊക്കെ നല്ലതുപോലെ തെഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിവേപ്പൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ. നല്ല ഇളയ ഇലകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കടുക് മുഴുവനായിട്ടും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില ആ എണ്ണയിൽ കടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നേരെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മത്തൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഈ ഒരു കറി മാത്രം മതിട്ട് നമുക്ക് ഒരുപാട് ചോറുണ്ണാൻ. അപ്പോൾ ഈ ഒരു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ദോശൻ്റെ കൂടെ വേണമെങ്കിലും ഈ കറി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ കറി കൂട്ടിയിട്ട് ദോശ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.